കൊച്ചിയിൽ 14-കാരനോട് ക്രൂരത. കഴുത്തിൽ കത്തിവെച്ച് മദ്യം കുടിപ്പിച്ചതായി വിദ്യാർത്ഥി. ഭീഷണിപ്പെടുത്തി കഞ്ചാവ് വലിപ്പിച്ചതായും 14-കാരന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. ക്രൂരത ചെയ്തത് അമ്മൂമ്മയുടെ ആൺസുഹൃത്തെന്നും മദ്യം കുടിക്കാൻ തയ്യാറാകാത്തതിന് ക്രൂരമായി മർദ്ദിച്ചതായും കുട്ടി പറഞ്ഞു. കഞ്ചാവ് രഹസ്യമായി വാങ്ങാൻ നിർബന്ധിച്ചുവെന്നും 14-കാരൻ കൈരളി ന്യൂസിനോട് വെളിപ്പെടുത്തി. ഉമേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇതോടെ പ്രാദേശിക വാർത്തകൾ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. കൊച്ചിയിലൊരു 14-കാരന് നേരിടേണ്ടി വന്നത് അതിക്രൂരമായ പീഡനമാണ്. അവൻ്റെ അമ്മൂമ്മയുടെ സുഹൃത്തിൽ നിന്ന് തന്നെയാണ് ക്രൂരത നേരിട്ടത്. കത്തി കാണിച്ച് നിർബന്ധിച്ച് മദ്യം കുടിപ്പിക്കുക, കഞ്ചാവ് വലിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അവന് നേരിടേണ്ടി വന്നത്. ആ 14-കാരൻ ഇപ്പോൾ കൈരളി ന്യൂസിനോടൊപ്പം ചേരുകയാണ്. എന്താണ് മോനെ, എന്തൊക്കെയാണ് ഉണ്ടായത്? എന്താണ് വീട്ടിൽ ഉണ്ടായത്? അന്ന് എന്നെ കഴുത്തിൽ കത്തി വെച്ചിട്ട് ആദ്യം എന്നോട് ഞാൻ ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഹാളിൽ. അപ്പം എന്നെ വീട്ടിൽ വിളിപ്പിച്ച് റൂമിലോട്ട് വിളിച്ച്, എന്നിട്ട് പുള്ളിക്കാരൻ പറഞ്ഞ് എന്താ ഗ്ലാസ് തന്നിട്ട് ഇത് കുടിക്കലാന്ന് പറഞ്ഞു. ഞാനപ്പോൾ പറഞ്ഞ് ഞാൻ ഇത് കുടിക്കൂല, എനിക്കിത് ഇഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞു. മദ്യമാണോ തന്നെ? ആ, മദ്യം. എന്നിട്ട് ഞാൻ പറഞ്ഞാണ് ഇത് കുടിക്കില്ല, എനിക്ക് ഇഷ്ടമല്ലെന്ന്. പിന്നെ കുറേ പ്രാവശ്യം ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് കത്തി ടേബിളിൽ ഇരിപ്പുണ്ടായിരുന്നു. ഒരു ഓറയിലിട്ട കത്തിയാണ്. ആ കത്തിയെടുത്ത് നേരെ കഴുത്തിൽ വയ്ക്കായിരുന്നു. എന്നിട്ട് നിർബന്ധിച്ച് കുടിപ്പിച്ച് 10 തവണയ്ക്ക് മേലെ ഇതേമാതിരി ചെയ്യിപ്പിച്ച് എന്നെ കൊണ്ട്. 10 തവണ മദ്യം കുടിപ്പിച്ചു? 10. അതേമാതിരി തന്നെ കഞ്ചാവ് വലിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഇതേമാതിരി വലിപ്പിച്ച് കുറേ പ്രാവശ്യം വലിപ്പിച്ച് എന്നെ കൊണ്ട്. അപ്പം എൻ്റെ ഒരു കൂട്ടുകാരൻ എൻ്റെ ബർത്ത്ഡേ അന്ന് ലാസ്റ്റായിട്ട് നടക്കുന്ന സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ ഫോൺ എടുക്കാൻ മറന്നു പോയിട്ട് അവൻ കയറി വന്നപ്പോൾ ഞാൻ ചുമക്കാനുണ്ട് ഇത് വലിച്ചിട്ട്. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് എന്താണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞ് ഒന്നുമില്ല, ഇതാണ് ഒന്നുമില്ല. പിന്നെ പിറ്റേ ദിവസം ഞാൻ ഇവനെ കണ്ട് കളിക്കാൻ പോയ സമയത്ത്. അപ്പോൾ ഇവനെ കണ്ടാൻ സമയത്ത് ഇവൻ എൻ്റെ അടുത്ത് ചോദിച്ചു ചുമക്കണം എന്താണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞ് അത് ഇന്നമാതിരി കാര്യങ്ങളുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ അത് എങ്ങനെയെങ്കിലും നീ വീട്ടുകാരുടെ അടുത്തൊന്ന് അറിയിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഈ ഓഗസ്റ്റ് 2-ാം തീയതി എല്ലാം ശാസന കണ്ടപ്പോൾ കാര്യം പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഈ അയാൾക്ക് മയക്കുമരുന്നിൻ്റെയും ഒക്കെ ഇതൊക്കെ ഉണ്ടോ, ഏർപ്പാടൊക്കെ ഉണ്ടോ? ഏർപ്പാടുണ്ട്. അത് ഈ കൂട്ടുകാരന്മാരൊക്കെ വിളിച്ച് ചോദിക്കണമെങ്കിൽ കൊടുക്കാൻ പറയും. പിന്നെ എന്നെ കൊണ്ട് ഒരു പ്രാവശ്യം കഞ്ചാവ് കൊടുപ്പിക്കാൻ വേണ്ടി നിന്നാണ്. ഞാൻ പറഞ്ഞ് എനിക്ക് അങ്ങനെ ആരും അറിഞ്ഞുകൂടാ, ഞാൻ ഇങ്ങനെ കൊടുക്കാൻ എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് ഞാൻ 2-3 പ്രാവശ്യം ഒഴിഞ്ഞു മാറാൻ നോക്കി. ഒഴിഞ്ഞു മാറി. മയക്കുമരുന്നും കഞ്ചാവൊക്കെ നിർബന്ധിച്ച് വലിപ്പിച്ചതിന് പുറമെ എന്തെങ്കിലും ശാരീരികമായിട്ട് അടിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടോ അയാൾ? അടിച്ചിട്ടുണ്ട്. ഇത് കുടിക്കാൻ പറഞ്ഞ സമയത്ത് ഒരു പ്രാവശ്യം മോന്തക്കിട്ട് അടിച്ച്. എന്നിട്ട് ഞാൻ കുടിക്കില്ല എന്ന് പറഞ്ഞപ്പോഴാണ് കഴുത്തിൽ കത്തി വെച്ചത്. അതിക്രൂരമായ പീഡനത്തിൻ്റെ കഥകളാണ് ഇപ്പോൾ ആ 14-കാരൻ പറഞ്ഞത്. ഇത് കഥയല്ല, യഥാർത്ഥത്തിൽ നടന്ന സംഭവമാണ്. പോലീസ് അതിവേഗം ഇപ്പോൾ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഇവർക്കെതിരെ ഈ പറയുന്ന ആരോപണ വിധേയനെതിരെ ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. അയാളെ ഉടൻ അറസ്റ്റിലാകും എന്നാണ് പോലീസും അറിയിക്കുന്നത്. കൊച്ചിയിൽ നിന്നും ക്യാമറാമാൻ രാജു വർഗീസിനൊപ്പം KM ഉമേഷ്, കൈരളി ന്യൂസ്.